പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 24 തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മുടെ ദൈവം നടത്തിയത്, എത്ര അനുഗ്രഹമായിട്ടാണ് കർത്താവ് നടത്തിയത്. അവൻ നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂട്ടയിരുന്നു. അവൻ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദൈവകൃപയിൽ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചു. കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവ്. ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങി കർത്താവിന്റെ കരങ്ങളിൽ ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിന് സ്തോത്രം. ഉറങ്ങാതെ അങ്ങ് ഞങ്ങളെ കാവൽ ചെയ്തതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. കർത്താവിന്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങ് നല്ലവനാണല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളോടൊപ്പം ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. അതേ, അങ്ങയുടെ രഹസ്യ സ്ഥലത്ത് ഇന്ന് ഞങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. അങ്ങേക്ക് സ്തോത്രയാഗത്തെ അർപ്പിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗത്തെ അർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനം 43:4 വാക്യം, മാൻ നീർത്തോടിനായി ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക് ചെല്ലുന്നു, എന്റെ ദൈവം എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലുന്നു. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങേ കർത്താവിനെ സ്തുതിക്കും. 4 വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. കർത്താവ് എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇനിയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടിരിക്കാതെ, ഭയപ്പെട്ടിരിക്കാതെ, തളർന്നിരിക്കാതെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പപ്പാ, ഞങ്ങളെ ഒന്നിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അപ്പന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ രോഗികളായുള്ളവർ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്ക് അസ്വസ്ഥത വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഇപ്പോൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പരിപൂർണമായ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ വിസയുടെ പ്രോസസ്സിന് വേണ്ടി, മറ്റു ഡോക്യുമെന്റേഷനുകൾക്ക് വേണ്ടി ഒക്കെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, അവരുടെ ആ ഡോക്യുമെന്റുകൾ പെർഫെക്റ്റ് ആകട്ടെ, അവരുടെ പേപ്പറുകൾ സാങ്ഷൻ ആകട്ടെ. അതിനകത്ത് എന്താണോ പ്രോബ്ലംസ് ഉള്ളത് അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്ത് ആ യാത്രയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കർത്താവിന്റെ ദാസീദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. പുതിയ വേലക്കാരൻ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, വരുന്ന ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന തിങ്കൾ ചൊവ്വ ബുധൻ ഏറ്റവും ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് കാലുകൾ ആമേൻ ചൊറിഞ്ഞു പൊട്ടി ആമേൻ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ അവരുടെ മേലുണ്ടാകട്ടെ. ആ ഇൻഫെക്ഷനുകൾ മാറട്ടെ, ആ അലർജികൾ മാറട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കർത്താവെ, മെഡിക്കൽ ടെസ്റ്റുകൾ ഫെയിൽ ആയിട്ടിരിക്കുന്ന
പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി, ആമേൻ, യാത്രയ്ക്കൊക്കെ വേണ്ടി മെഡിക്കൽ ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഫെയിൽ ആയിരിക്കുന്നവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവരുടെ വിഷയത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ, മുൻകാല രോഗങ്ങളുടെ അണുക്കൾ, അതിൻ്റെതായ അടയാളങ്ങളൊന്നും അതിനകത്തുണ്ടാകാതെ ദൈവിക അത്ഭുതം യേശുവിന്റെ നാമത്തിൽ തന്നെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. കാരണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസങ്ങളാണ്. ആമേൻ. എല്ലാ ദിവസവും നമുക്ക് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പക്ഷെ പകൽക്കാലം പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. അവിടെയാണ് പ്രധാനമായിട്ടുള്ളത്. പലരും ആ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കും, പക്ഷേ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് കാണിക്കും. അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥനാ മാസമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസങ്ങളായിരിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളെ മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആകുക ആ 3 ദിവസത്തേക്ക്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് താഴോട്ട് പറയുന്നത്. നമ്മളിത് ചിന്തിക്കുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരിക്കലും നിർത്തുകയോ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത് പ്രാർത്ഥിക്കുമ്പോൾ. ആമേൻ. പ്രാർത്ഥന ഒരിക്കലും നിർത്തേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾ ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു, എത്ര പ്രയാസമേറിയ പ്രശ്നമാണെങ്കിലും, എത്ര ദുരിതം നിറഞ്ഞ പ്രശ്നമാണെങ്കിലും, എത്ര സാഹചര്യങ്ങളില്ലാത്ത വിഷയങ്ങളാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. കാരണം പ്രാർത്ഥിക്കുന്നവന് കർത്താവ് മറുപടി അയക്കും. പ്രാർത്ഥിക്കുന്നവന്റെ സ്ഥിതിയെ മാറ്റും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പ്രേ വിത്തൌട്ട് സീസിങ്, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് മേക്ക് യുവർ ലൈഫ് എ പ്രയർ. നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ പ്രാർത്ഥനയാക്കുക എന്നാണ്. ആമേൻ, ആമേൻ. അപ്പം എന്താ ചെയ്യണ്ടേ? ഒരു മാറ്റം വരുന്നത് വരെ പ്രാർത്ഥിക്കണം. ഗിവപ്പ് ചെയ്യരുത്. ആമേൻ. പലരും പ്രാർത്ഥിക്കും, ഇന്ന് പ്രാർത്ഥിക്കും, നാളെ പ്രാർത്ഥിച്ചത് എന്താന്ന് കൂടെ മറന്നുപോകും. ചിലപ്പം പ്രാർത്ഥന അങ്ങ് നിർത്തിക്കളയും. അങ്ങനെ ആകരുത്. ആമേൻ. ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ആൾ തളർന്നു പോവുകയോ പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥന നിർത്തുകയോ ചെയ്യേണ്ട. നിശ്ചയമായിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി വരിക തന്നെ ചെയ്യും. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് അവർ നാട്ടുകാർക്ക് വളരെ സന്തോഷമാണെന്ന് കണ്ടപ്പോൾ പത്രോസിനെയും പിടിച്ചു. പത്രോസിനെയും അമേൻ എന്തിനു വേണ്ടിയാണ് നിർത്തിയത്? പത്രോസിനെയും കൊല്ലാൻ വേണ്ടിയാണ് അദ്ദേഹം ജയിലിലാക്കിയത്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത് നിർത്താതെ പ്രാർത്ഥിച്ചു. ആ പ്രയോഗം ഊന്നൽ കൊടുത്ത് നമുക്ക് എഴുതി തന്നിരിക്കുക. ഈ കാണിക്കുന്നത് അപ്പോസ്തലന്മാർ അവരുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം സമർപ്പിച്ച് പരിപൂർണമായി ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രാർത്ഥന നടത്തി. നിങ്ങൾക്കറിയാമോ, ആ പത്രോസിന്റെ ജീവൻ അത്ഭുതകരമായി ആ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണ്. അവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അവർ പ്രാർത്ഥന നിർത്തിയില്ല. ഹല്ലേലൂയ. അവർ പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ പ്രാബല്യത്തിൽ വരുന്നതുവരെ ഹല്ലേലൂയ അവർ അത് നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫലപ്രദമായ തീക്ഷണമായ പ്രാർത്ഥന നമുക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? രാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കി, ആ കാലഘട്ടത്തിൽ ഭരണാധികാരിയാണ് ഇദ്ദേഹത്തെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിരിക്കുന്നത്. ഭരണാധികാരിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു ഭരണാധികാരിയുടെ മുകളിൽ വേറൊരു നിയമമില്ല. എന്നാൽ ആ നിയമങ്ങളെല്ലാം മാറ്റി സ്വർഗത്തിലെ അപ്പൻ എന്ത് ചെയ്തു? ഒരു കൂട്ടം ആളുകൾ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി കാരാഗ്രഹത്തിനകത്ത് ദൂതനെ അയച്ചു. അപ്പം അവര് ഹൃദയപൂർവ്വം തീക്ഷ്ണതയോടെ നിർത്താതെ മറുപടി വരുന്നത് വരെ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ വീടിന്റെ വാതിക്കൽ മുട്ടുമ്പോഴും ഇവരകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം മറുപടി
എത്തുന്നത് വരെയുള്ള അവരുടെ പ്രാർത്ഥന എന്ത് സംഭവിച്ചു? അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു മനോഭാവമുണ്ട്. കുറച്ചു നേരം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യും പ്രാർത്ഥന നിർത്തിക്കളയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ ദിവസങ്ങളിൽ പിശാച് നമുക്ക് നേരെ പരീക്ഷണങ്ങളുടെ തന്ത്രങ്ങൾ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തളർന്നു പോകാതെ നമ്മൾ യേശുവിന്റെ നാമം ഉപയോഗിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയെ കണ്ടിന്യൂ ആയിട്ട് മുൻപോട്ട് കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയമായി നമുക്ക് ദൈവം വിജയം തരിക തന്നെ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെ തരിക തന്നെ ചെയ്യും. യേശുവാ പറഞ്ഞത്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്താ കാരണം? നിശ്ചയമായിട്ടും അതിന് മറുപടി ഉള്ളത് കൊണ്ടാണ്. പത്രോസിന് വേണ്ടി നിരന്തരമായി ഇവർ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ നടുവിലെത്തിയെങ്കിൽ ഇന്ന് നിങ്ങളും വിശ്വസിച്ചോ, ഈ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെയും മറുപടി നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, മടുത്തു പോകരുത്, പ്രാർത്ഥന ഉപേക്ഷിച്ച് കളയരുത്. നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തന്നെ ഒരു ജീവിതമാക്കുക. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആയുധമാണ്, ഒരു ടൂളാണ്. ഏത് പ്രതിസന്ധിയെയും ജയിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ മുന്നേറുക. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിത് അനുഗ്രഹമായി എങ്കിൽ മറ്റു ചിലർക്കൂടെ അയച്ചു കൊടുക്കുക. മടുത്തിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ കൂടെ അയച്ചു കൊടുക്കുക കേട്ടോ. ഈ മാസം തീരുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വരട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you, God bless you, God bless you.